അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളുകൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ചത് ഒരു രഹസ്യ സ്വഭാവമുള്ള കാര്യമാണ് അദ്ദേഹം സംസാരിച്ചത്. അത് വെളിപ്പെടുത്തണമെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ എൻ്റെ മാന്യത കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ പ്രതിക്കൂട്ടി നിൽക്കുകയാണല്ലോ. നിങ്ങൾ വീണ്ടും എന്താണെന്ന് ചോദിക്കുന്നുണ്ടല്ലോ. എന്നാലും എൻ്റെ മാന്യത വെച്ചുകൊണ്ട് ഞാൻ പറയത്തില്ല. ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് വിവാദം വന്നപ്പോഴാണ് ഈ ആൾ ആരാന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹം അത് സംബന്ധിച്ച് കമ്മീഷനിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നാവിൽ നിന്ന് അദ്ദേഹം ഈ ബി.ആർ. നായർ പറഞ്ഞു എന്നുള്ളത് 2015 ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഇന്നിപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? നമ്മൾ 2026 എത്തി നിൽക്കുന്നു അല്ലേ? ഈ 2026 എത്തി നിൽക്കുമ്പോൾ അന്ന് ഉമ്മൻചാണ്ടി നടത്തിയ ആ കൂടിക്കാഴ്ചയിൽ ഉമ്മൻചാണ്ടി കേട്ട രഹസ്യം അത് ഗണേശനെതിരെയുള്ള രഹസ്യമായിരുന്നു. ആ രഹസ്യം ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ ഗണേശൻ തന്നെ കൊത്തിക്കീറിയപ്പോൾ പോലും ആ ഉമ്മൻചാണ്ടി കേരളത്തോട് വിളിച്ചു പറഞ്ഞില്ല എന്നുള്ളതാണ് അല്ലേ? 2023 ഉമ്മൻചാണ്ടി ഈ ലോകത്തോട് വിട പറയുന്നത്. 2023 2015 മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഞാനിത് പറയില്ല, ഇതെൻ്റെ മാന്യതയാണ്, എൻ്റെ മാന്യത അതാണ്, ആ രഹസ്യമായി തീർക്കട്ടെ, ഞാൻ പ്രതിക്കൂട്ടിലാണ്, വേണമെങ്കിൽ ആ മനുഷ്യനത് വിളിച്ചു പറയാമായിരുന്നു. കാരണം ആ മനുഷ്യനെ അങ്ങനെ കൊത്തിക്കീറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിലെ സഖാക്കള്. ഈ പറയുന്ന സഖാക്കൾക്ക് ഈ മരുന്നിട്ട് കൊടുത്തതാരാ? ആ ഉമ്മൻചാണ്ടി സ്വന്തം മകനെ പോലെ കണ്ട ഈ ഗണേശൻ എന്ന് പറയുന്ന പരനാറിയ. ഗണേശ, നീ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടല്ലോ, നീ ഈ വാക്കുകൾ ഇന്ന് കേൾക്കണം. മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു ക്ലിപ്പ് ഇന്ന് പ്രചരിക്കുന്നുണ്ട്. നീ ഈ വാക്കുകൾ കേൾക്കണം. എന്നിട്ട് നീ നിന്റെ ഈ പറയുന്ന നിന്റെ ഹൃദയത്തോട് നീ ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? ഞാൻ ചെയ്തത് ശരിയായിരുന്നോ എന്ന് ഒരു സ്വയം ചിന്ത, ഒരു പുനർവിചിന്തനം നീ നടത്തണം ഗണേശ. കാരണം ആ മനുഷ്യൻ നിന്നോട് കാണിച്ച ദയ, ആ മനുഷ്യൻ നിന്നോട് കാണിച്ച മാന്യത, ആ മനുഷ്യൻ നിന്നോട് കാണിച്ച കരുണ, അതിനേലൊക്കെ ഉപരി ഗണേശ നിന്റെ ജീവിതം പോലും ആ മനുഷ്യന്റെ പിച്ചയാണോ പിച്ച, അത് മനസ്സിലാക്കാനുള്ള ചോറ് തിന്നുന്നവന്റെ ബുദ്ധിയെങ്കിലും ഗണേശ നീ കാണിക്കണം. മനസ്സിലായില്ലേ? നിനക്ക് ഈ പറയുന്ന ദയ, കരുണ, മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു രീതികളും നിനക്കറിയില്ലെന്നറിയാം. മനസ്സിലായില്ലേ? നീ ജനിപ്പിച്ച നിന്റെ കുഞ്ഞ് സരിത എന്ന് പറയുന്ന നിന്റെ കാമുകി പ്രസവിച്ച നിന്റെ കുഞ്ഞ്, ആ കുഞ്ഞിനെ നീ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? ആ കുഞ്ഞെങ്ങനെ ജീവിക്കുന്നു എന്ന് നീ എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? പക്ഷേ നിന്റെ തന്ത അത് ചെയ്തിരുന്നു, ബാലകൃഷ്ണപിള്ള. ആ തന്ത തന്നെ മറ്റൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറ്റിപ്പോയ ഒരു അബദ്ധമാണ് എൻ്റെ മകൻ ഗണേശനെന്ന്. ജനിപ്പിച്ച തന്തക്ക് തള്ളിപ്പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഗണേശ നിന്റെ മേന്മ, നിന്റെ മഹിമ അത് എത്രത്തോളം ഉണ്ടെന്ന് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് മനസ്സിലായതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ആത്മപരിശോധന ഗണേശൻ നടത്തുന്നത് നല്ലതാ, മറ്റൊന്നിനു വേണ്ടിയിട്ടില്ല. ജനിപ്പിച്ച തന്ത തള്ളിപ്പറഞ്ഞപ്പോഴും ഒരു മകനെ പോലെ സ്നേഹിച്ച് കൂടെ നിർത്തി ചേർത്ത് പിടിച്ച് ഇവൻ്റെ തെമ്മാടിത്തരങ്ങളിൽ കോംപ്രമൈസ് ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച ആ പാവം മനുഷ്യനെയാണ് ഇവൻ്റെ കാമുകിയെ ഇറക്കിക്കൊണ്ട്, ലോകത്തൊരു മനുഷ്യനും ചെയ്യാത്ത കാര്യം അല്ലേ? ഭാര്യയെയും കാമുകിമാരെയും ഒക്കെ കൂട്ടിക്കൊടുക്കുന്നവർ ഏത് ഗണത്തിലാണ് നമ്മുടെ സമൂഹം പെടുത്താറുള്ളത്? അതേ പ്രവൃത്തിയല്ലേ ഈ ഗണേശൻ നടത്തിയത് അല്ലേ? എന്നിട്ട് ഇവൻ്റെ ചാരിത്ര പ്രസംഗം ആർക്കെതിരെയാ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇവൻ ചാരിത്രം പ്രസംഗിക്കുക. എന്താ ഇവൻ്റെ ചാരിത്രം? ഇവൻ്റെ ചാരിത്രം എന്ന് പറയുന്നത് 1994 1994 ഇവൻ വിവാഹം ചെയ്ത യാമിനി തങ്കച്ചി 2013 ഇവന്റെ വീട് വിട്ടിറങ്ങുന്നത്, ഇവനുമായിട്ടുള്ള ബന്ധം വേർപിരിയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഇവന്റെ പരസ്ത്രീ ബന്ധം. ഇവന്റെ കാമവരിക്കിരയായ യുവതികളുടെ ആളുകൾ വന്നിട്ട്
അവരുടെ കാലിൽ വീണ് മാപ്പപേക്ഷിക്കുന്ന ഗണേശനെ കണ്ട് 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 മടുത്തിട്ടാണ് യാമിനി തങ്കച്ചി വീട് വിട്ടിറങ്ങുന്നത്. ആ ഗണേശനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചാരിത്ര പ്രസംഗം നടത്തുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവൻ രാഹുലിനെതിരെ ചാരിത്ര പ്രസംഗം നടത്തുന്നതിലല്ല നമ്മുടെ അതിശയോക്തി, മറിച്ച് ഇവനിക്ക് വേണ്ടി, ഇവൻ്റെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇവൻ്റെ മക്കൾക്ക് വേണ്ടി, ആ മക്കള് തല്ലിപ്പിരിയുന്ന അച്ഛനെയും അമ്മയെയും കാണണ്ടെന്ന് കരുതിയിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ ഈ കാമവെറിയനോട് ദയ കാണിച്ചപ്പോ ഇവൻ തിരിച്ചു കൊടുത്തതെന്താ? ഇവൻ അധികാര കൊതിമൂത്തിട്ട് മന്ത്രി കസേര നോട്ടമിട്ടിട്ട് ഇവൻ ആ മഹാമനുഷ്യനെ തൻ്റെ കാമുകിയെ റോട്ടിലിറക്കിക്കൊണ്ട് ആ മനുഷ്യനെ പിച്ചി ചീന്തിയിട്ട് സഖാക്കൾക്ക് വേട്ടയാടാൻ വേണ്ടി ഇട്ടുകൊടുത്ത മനുഷ്യനാണ് ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന മാന്യൻ. ഈ ചാരിത്രക്കാരൻ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഘോരം പേപ്പട്ടി കുരക്കും പോലെ കുരച്ചുകൊണ്ട് നടക്കുകയാ കേരളത്തിൽ. എന്താ ഇവന്റെ അർഹത അതിനുള്ള? ഇവനിക്കെന്ത് യോഗ്യതയാണ് അതിനുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്ത് യോഗ്യത? ആ പാവപ്പെട്ട മനുഷ്യനെ വേട്ടക്കാർക്ക് പച്ചക്ക് കൊത്തി തിന്നാൻ എറിഞ്ഞു കൊടുത്തവൻ. നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ ഗണേശന് ആ മനുഷ്യൻ കൊടുത്തിരുന്ന സ്ഥാനം എന്ന് പറയുന്നത് ഒരു മകൻ്റെ സ്ഥാനമായിരുന്നു, ഒരു മകന് നൽകുന്ന സ്നേഹമായിരുന്നു. ആ മനുഷ്യൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ആ മനുഷ്യന് കണ്ണിൽ കാണുന്നവരൊക്കെ മക്കളായിരുന്നു. അയാൾ കേരളത്തിന്റെ ജനതയെ അത്രമാത്രം സ്നേഹിച്ചു. പക്ഷേ ഈ കേരളം തിരിച്ചു കൊടുത്തത് എന്താ? ആ മനുഷ്യനെ വേട്ടയാടി കൊത്തിക്കേറി പച്ചയിറച്ചി തിന്നു ആ പാവപ്പെട്ട മനുഷ്യന്റെ. ഇതിനൊക്കെ കാരണക്കാരനാരാ? ഈ ഗണേശനാ. ഇന്ന് കേരളത്തിന്റെ മന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഗണേശൻ. എന്നിട്ട് ആ ഗണേശൻ പറയാ, എനിക്ക് വിളിച്ചു പറയാനാണെങ്കിൽ ഒരുപാടുണ്ടെന്ന്. ഗണേശ, വിളിച്ചു പറയാനാണെങ്കിൽ നിനക്ക് മാത്രമല്ല, ഒരുപാട് വിളിച്ചു പറയാൻ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഉറക്കമൊഴിച്ച് കോംപ്രമൈസിന് ഇറങ്ങിത്തിരിച്ച ആ മഹാമനുഷ്യന് വിളിച്ചു പറയാൻ ഒരുപാടുണ്ടായിരുന്നു. 2023 അവസാന ശ്വാസം വലിക്കുന്നത് വരെ ആ മഹാമനുഷ്യൻ അയാളുടെ നാവിൽ നിന്ന് പുറം ലോകം ഒന്നും കേട്ടിട്ടില്ല. അത് അയാളുടെ മാന്യതയാ ഗണേശ, അത് അയാളുടെ മാന്യതയാ. അതെങ്ങനെ നിനക്കുണ്ടാവാനാ? കാരണം ജനിപ്പിച്ച തന്ത പറയുന്നു, എനിക്ക് പിഴച്ചുപോയ കാര്യമാണ്, എനിക്ക് പറ്റിയ മഹാ അബദ്ധമാണ് ഈ നിൽക്കുന്ന ഗണേശൻ എന്ന് പറയുമ്പോ നിനക്ക് ആ മാന്യത എവിടെ നിന്ന് കിട്ടാനാ ഗണേശ? പിന്നെ ഗണേശൻ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഗണേശ, നിനക്ക് വിളിച്ചു പറയാൻ 1000 ഉണ്ടെങ്കിൽ നിനക്കെതിരെയും വിളിച്ചു പറയാൻ 10,000 കേരളത്തിലുണ്ട് എന്നുള്ളത് പഴങ്കഥകളെന്ന് കെട്ടുതുറപ്പിക്കല്ല ഗണേശ എന്ന് മാത്രമേ പറയാനുള്ളൂ. മനസ്സിലായില്ലേ? നിന്റെ 1994 നിന്റെ വിവാഹം, 2013 വരെ നീണ്ടുനിന്ന നിന്റെ വിവാഹം, അതിനിടയിൽ 2005 നിനക്ക് സരിതയുമായുണ്ടായ ബന്ധം. സരിത മാത്രമല്ല, നീ ഹോട്ടൽ മുറികളിലേക്ക് കൊണ്ടുപോയ യുവതികളുടെ കണക്കെടുത്താൽ ഒരു 100 പേജിന്റെ പുസ്തകം മതിയാകാതെ വരും ഗണേശ അവരുടെ പേരെഴുതി വെക്കാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ഗണേശ, നീ വല്ലാതെ പഴങ്കഥകളെ ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് മാത്രമേ നിന്നോട് പറയാനുള്ളൂ. ആ നിന്റെ ജീവിതത്തിന്റെ ഓരോ രഹസ്യങ്ങളും അറിയാവുന്നവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരെ കൊണ്ട് അതൊന്നും വെറുതെ പൊടി തട്ടി പുറത്തേക്ക് എടുപ്പിക്കരുത് എന്ന് മാത്രമേ ഗണേശനോട് പറയാനുള്ളൂ. നീ ആഗ്രഹിച്ചത് നിനക്ക് കിട്ടിയില്ലേ? നിനക്ക് മന്ത്രി കസേര കിട്ടിയില്ലേ? പിന്നെയും ആ മരിച്ചു പോയ പാവത്തിനെ കുറിച്ച് എന്തിനാടോ ഗണേശ ഇങ്ങനെ അപവാദം പറഞ്ഞു നടക്കുന്നത്? ആ മനുഷ്യനെ വീഴ്ത്താൻ വേണ്ടി നീ കരുവാക്കിയതാരെയാ? നിന്റെ കാമുകിയെ നീ കരുവാക്കി. ഒരു ആണ് ചെയ്യുന്ന ഏർപ്പാടാണോടോ ഗണേശ നീ ചെയ്തത്? ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏർപ്പാടാണോ നീ ചെയ്തത്? ഈ പ്രവർത്തികളൊക്കെ ഉണ്ടാവുന്നവരെ നമ്മൾ മനുഷ്യരെന്നല്ലല്ലോ പറയുന്നത്, പൈശാചികമായ മൃഗങ്ങൾ. നിന്റെ കാമുകിയെ, നിന്റെ അവിഹിത കാമുകിയെ, പങ്കാളിയെ നീ ആ മനുഷ്യനെതിരെ കരുവാക്കി. ഉളുപ്പുണ്ടോ നിനക്ക്? ഇച്ചിരി ഉളുപ്പ്?
ആരെങ്കിലും ചെയ്യുന്ന ഏർപ്പാടാണോടോ? ആ കാമുകിയോട് നീ പറയാ ഞാൻ നിന്നെ വിവാഹം ചെയ്തോളാമെന്ന്. ആ വിവാഹം ചെയ്തോളാമെന്ന് പറഞ്ഞ കാമുകിയോട് നീ പറയാ നീ പോയിട്ട് ആ മഹാമനുഷ്യനെതിരെ പൈങ്കിളി കഥകള് കേരളത്തിന്റെ മധ്യത്തിൽ പൊതുമധ്യത്തിൽ വിളിച്ചു പറയണമെന്ന്. ഉളുപ്പുണ്ടോ ഗണേശ നിനക്ക്? ഉളുപ്പ്? ആ നീയാണോ രാഹുലിനെതിരെ ചാരിത്ര പ്രസംഗവുമായിട്ട് ഇറങ്ങുന്നത്? ആ നീയാണോ വായിൽ കൈയിട്ടാൽ വിരലിട്ടാൽ കടിക്കുമെന്ന് പറയുന്നത്? ഗണേശ, നീയും പലരുടെയും വായിൽ വിരലിട്ടിട്ടുണ്ട്. അവരൊന്നും കടിക്കാതിരുന്നത് അതവരുടെ മാന്യതയാ. അതിനപ്പുറം അത് നിന്നെ ഭയന്നിട്ടോ, നിന്റെ അധികാരത്തെ ഭയന്നിട്ടോ, നിന്റെ പണത്തെ ഭയന്നിട്ടോ, നിന്റെ ശിങ്കിടികളെ ഭയന്നിട്ടോ ആണെന്ന് നീ കരുതണ്ട ഗണേശ. കാരണം നിന്നോട് സമൂഹം കാണിച്ചത് ദയയാണ്. ആ ദയ കാണിക്കാൻ അവരെ പ്രോത്സാഹിപ്പിച്ച വ്യക്തി നീ കൊത്തിക്കീറിയ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാമനുഷ്യനാണ് എന്നുള്ളതാ. അത് നീ മറന്നു പോകേണ്ട ഗണേശ. കാരണം ആ മനുഷ്യൻ്റെ ദയയും കാരുണ്യവും മാന്യതയും ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഗണേശ ഇന്ന് ഗണേശൻ ഉണ്ടാവുമായിരുന്നില്ല. തന്ത വള്ളിപ്പറഞ്ഞ ഗണേശൻ. ആ ഗണേശന് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ പറയുന്ന മഹാമനുഷ്യൻ മാത്രമായിരുന്നു എന്നുള്ള കാര്യം ഗണേശൻ മറക്കണ്ട. മറവി ഒരു അലങ്കാരമാക്കി കൊണ്ടു നടക്കുന്നത് നല്ലതാണ്. പക്ഷേ പുഴുവരിച്ച് കിടക്കുന്ന നിന്റെ കാമുകിയുണ്ടല്ലോ ഹോസ്പിറ്റലിൽ, ആ കാമുകിയുടെ ഗതികേട് വരരുതേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോളൂ ഗണേശ.